ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചാൽ ഒരാളെ പിണങ്ങിപ്പോയിട്ട് കൃഷി ചെയ്യാനാണ്. മുളക് കിടന്ന് നമ്മുടെ ഈ കൊല്ലമുളകൊക്കെ നമുക്ക് പൊടിക്കാൻ പറ്റും. നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ മുളകുകൾ നമ്മളിവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നടനാണ്. അപ്പം എന്നോട് അവൾ പറഞ്ഞ് വീഡിയോ എടുത്ത് തരുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പറ്റൂല, എനിക്ക് പറ്റൂല, എനിക്കിപ്പോൾ പാടില്ലെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരിൽ പിണങ്ങിപ്പോയിട്ട് ചെയ്യണതാണ്. എനിക്ക് ഞാൻ കാണിച്ചു തരാം. അവിടെയാണ് ആള് പിണങ്ങിപ്പോയി ചെയ്യണത്. എന്താ അത് ചെയ്യണത്? ഓ അതൊക്കെ അറിയാതാ. പിണങ്ങിയാണ് ചെയ്യണത്. പക്ഷെ ഇതൊക്കെ നട്ടോട്ട് പോട്ടാ. വെള്ളമൊന്നും ഒഴിക്കൂല. വെള്ളം ഒഴിക്കണേ നമ്മൾ തന്നെ ഒഴിക്കേണ്ടി വരും. നടാനൊക്കെ ആശാത്തി ബെസ്റ്റാണ്. പക്ഷെ വെള്ളം ഒഴിക്കണമെങ്കിൽ എൻ്റെ കൈ തന്നെ എത്തണം. അല്ലാതെ ഒരു തരി വെള്ളം അതിനകത്ത് തരൂല. ഇതെന്ത് ടൈപ്പാടിയത്? ഇത് കാശ്മീരി മുളകാണിത്. കാശ്മീരി മുളക്. എല്ലാവരും പറഞ്ഞ കാശ്മീർ മാത്രമല്ല, കാശ്മീർ മുളക് ഇവിടെ ഉണ്ടാവും. നമുക്ക് നോക്കാം. നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നിർത്താൻ വിളവെടുക്കാം. ഞങ്ങൾ പല ടൈപ്പിലെയും മുളകുകൾ ഞങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളപ്പിച്ചിട്ടുണ്ട്, അതും മുളച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ കാശ്മീരി മുളകാണ് നട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കാം. നമുക്ക് കാശ്മീരിൽ മാത്രമാണ് മുളക് ഇടുന്ന. ഇവിടെ നമ്മുടെ നാട്ടിലും കേരളത്തിലും ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും നോക്കാം. അതാണ് നമ്മൾ നട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കൂല ഇനി. ഇതൊക്കെ വെറും നട്ടുകൊണ്ട് പോക്കുള്ളൂ. ഇതൊക്കെ വെറും വാഗ്ദാനങ്ങൾ. മറ്റേ പഞ്ചായത്ത് മെമ്പർമാര് ഭരണത്തിലേക്ക് കയറുമ്പോൾ ആൾക്കാർ പറയൂല. ഭരണത്തിലേക്ക് കയറുമ്പോൾ പറയില്ല ഞാൻ അത് ചെയ്യാ ഇത് ചെയ്യാന്നൊക്കെ പറയൂല. ഇത് ചെയ്ത്ത് മാത്രമേ ഉള്ളൂ. നമ്മ വളർത്തണമെങ്കിൽ നമ്മൾ തന്നെ വേണം. നമ്മളെ കൈ തന്നെ എത്തണം ലാസ്റ്റ്. ഇപ്പം നിങ്ങൾ കണ്ടോ, നാളെ ആകുമ്പോൾ വെള്ളം ഒഴിക്കാൻ ആരും ഉണ്ടാവൂല, ഒരു കാര്യത്തിനും ആരും ഉണ്ടാവൂല. കാരണം മുളകുണ്ട്. രണ്ടും ഞങ്ങൾ നട്ടിട്ടുണ്ട്. നമുക്ക് രണ്ടിൽ നിന്നും നമുക്ക് വിളവ് കിട്ടുമല്ലോ. അപ്പം ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോണ സമയത്ത് കാശ്മീരി മുളകും രണ്ടിൻ്റെയൊക്കെ വിത്തെടുത്തുകൊണ്ട് വരും. വിത്തെടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പാവും. പിന്നെ ഞങ്ങൾ മേടിക്കണതിൻ്റെയും ചാക്കിനകത്ത് വിത്തുകൾ ഉണ്ടാവില്ല, അതും ഞങ്ങൾ പാവിയാണ് ഇത്രയാക്കി എടുത്തേക്കണത്. ഇനി അതൊക്കെ ഇനി വേനൽക്കാലമുള്ള ഇനി മൊത്തം പറമ്പുകളിൽ ഇങ്ങനെ നടണം. ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട്, ഇത് മുളകൊക്കെ ഉണ്ടായി കിടക്കണത് വീഡിയോ കൊടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. എല്ലാം നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓരോ കാര്യങ്ങളും മുളകിൻ്റെ വളർച്ചയും എല്ലാം നിങ്ങൾക്ക് മുളകൊക്കെ ഉണ്ടായി കിടക്കണത് ഇനി വളമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണതാണ്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണാം. നല്ല നാടൻ കാശ്മീരി മുളക് എങ്ങനെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ.